ഇലക്ട്രിക് ആദ്യമായിട്ടാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ. അപ്പോ എന്തൊക്കെയൊക്കെ പ്രത്യേകതകളൊക്കെ ഈ ഒരു എമൗണ്ടിൽ ഇപ്പൊ വേറെ കമ്പനിയുടെ ഇലക്ട്രിക് ഫോർ വീൽ ലോഡ് വെഹിക്കിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും പ്രൈസിങ് കൂടുതലായിരിക്കും. മഹീന്ദ്രയുടെ പ്രൈസിങ് റീസണബിൾ പ്രൈസ് ആണ് വരുന്നത്. ഫ്യൂച്ചറായിട്ട് ആദ്യമായിട്ടാണ് ജീത്ത് ഒരു ഇലക്ട്രിക് വണ്ടി ഇറക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? ജീപ്പ് നമുക്ക് ഓൾറെഡി ഡീസലിൽ വളരെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ പെട്രോളും ഉണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് സി എൻ ജിയിലും. ഡീസലും പെട്രോളും സി എൻ ജി എല്ലാം ഉണ്ട്. അപ്പോൾ കമ്പനി ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക്കലിനെ കുറിച്ച് ചിന്തിച്ചു. ഇലക്ട്രിക്കൽ വണ്ടി 3 വീലർ കമ്പനി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല 3 വീലർ വെഹിക്കിൾ ഇറക്കുന്നത് മഹീന്ദ്രയാണ്. അതിന്റെ ഗുഡ്സ് കരിയർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അടുത്ത സെഗ്മെന്റിലേക്ക് മാറി ജീറ്റോയും ഇലക്ട്രിക്കൽ വന്നു. ഇലക്ട്രിക്കൽ വന്ന് ബാക്കി മറ്റ് കോമ്പറ്റീറ്റർമാരെ അപേക്ഷിച്ച് ഈ വണ്ടിയിൽ നമുക്ക് അവർ ഇൻഹോൾഡ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സാധാരണ അറിയാൻ പറ്റില്ല, ലോഡും വണ്ടി നമുക്ക് കാറ്റഗറിയിൽ ലോഡും കൊണ്ട് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചവിട്ടി നിർത്തേണ്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറകോട്ട് വണ്ടി ഇറങ്ങാതെ വണ്ടി എടുക്കാന്നുള്ള ഒരു ചലഞ്ച് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത വണ്ടിയിൽ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാനേജ് ചെയ്യുന്ന ആലോചിച്ചാൽ അറിയാം. അപ്പോൾ ഇതിൽ അതിന്റെ ഒരു ഇഷ്യൂ, അതിന്റെ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഇത്രയും സെക്കൻഡ്, ഏതാണ്ട് 10-15 സെക്കൻഡിലേക്ക് വണ്ടിയുടെ ഹോൾഡ് ആയിട്ട് നിൽക്കും. ഹോൾഡ് ആയിരിക്കും തന്നെ. നമ്മള് ജസ്റ്റ് പിന്നെ വണ്ടി ബ്രേക്ക് വന്ന് കാലെടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് എന്താവും, വണ്ടി കയറി പോകും. പിന്നെ വേറെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ EV വണ്ടികൾക്ക് സ്കൂട്ടർ പോലെ തന്നെ നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ല, പാർക്കിംഗ് ഗിയർ ഇല്ല. അപ്പോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് കമ്പനി പറയുന്നത്? എന്താണ് ബ്രേക്ക്, അതായത് വണ്ടി പാർക്ക് ചെയ്ത വണ്ടി ഹാൻഡ് ബ്രേക്കിനെ മാത്രം വിശ്വസിച്ച് നമ്മളിവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാലേ അപ്പൊ വണ്ടി ഉരുണ്ടു പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് കമ്പനി എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇല്ല, ഹാൻഡ് ബ്രേക്കില് നമുക്ക് 100% എഫിഷ്യന്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി ടെസ്റ്റഡ് ആണത്. കാരണം വണ്ടികൾക്ക് 1 വർഷം മാത്രമേ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ. സാധാരണ അങ്ങനെ കണ്ടുവരുന്നത്. ഹാൻഡ് ബ്രേക്ക് പിന്നെ കംപ്ലൈന്റ് ആവുക, പിന്നെ എല്ലാവരും ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുക എന്നാണ് കാണുന്നത് സാധാ ഗുഡ്സ് വണ്ടികളിൽ. അതൊക്കെ വരും. അതൊക്കെ അതിനെ പിന്നെ നമുക്ക് തെറ്റാതെ ധാരണയില്ല. കാരണം ഇപ്പൊ നമ്മുടെ അടുത്ത് മഹീന്ദ്രന്റെ വണ്ടികള് 4-5 വർഷമായ വണ്ടികളൊക്കെ എല്ലാം ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും കുറെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും കേബിളോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ കേബിൾ മാറി കൊടുക്കേണ്ടതെന്നല്ലാതെ ഹാൻഡ് ബ്രേക്ക് 100% എത്ര വർഷമായി ഒരു ലോഡ് വണ്ടി നമുക്ക് എവിടെയും നിർത്തിയിട്ട് പോകാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഹാൻഡ് ബ്രേക്കിൽ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. 1,50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 7 വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട്. DC ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. 1 അവറിൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 1 അവറിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യണമെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് 2 ചാർജിങ് ഉള്ളത്. നോർമൽ മോഡൽ നമുക്ക് 7 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യും. അതേപോലെ തന്നെ ഒരു 7.2 കിലോവാട്ടിന്റെ ചാർജറും കൂടെ വരുന്നുണ്ട്. നമുക്ക് സാധാരണ ഒരു ഓട്ടോ ബൈക്കൊക്കെ ചാർജ് ചെയ്യുന്ന സമയം കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് ഫുള്ളാക്കാൻ പറ്റിയ, ഫുൾ ചാർജ് ചെയ്യാൻ പറ്റിയ ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓൺ റോഡ് നമുക്ക് 2 വേരിയൻസ് വരുന്നുണ്ട് ഇതിൽ. അതില് 130 കിലോമീറ്റർ വരുന്നതുകൊണ്ട് 160 വരുന്നതുകൊണ്ട്. 130 വരുന്നത് V1 എന്ന് പറഞ്ഞ മോഡലാണ്. 160 വരുന്നത് V2 എന്ന് പറഞ്ഞ മോഡലാണ്. അതില് പിന്നെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജസ്റ്റ് കിലോമീറ്റർ റേഞ്ച് കൂടുതലാണ്. ലോഡ് പിന്നെ 750 ആണ് നമ്മുടെ പേലോഡ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത്. മറ്റേതോ രണ്ടും 750. 798 ആണ് V1 മോഡൽ. അതായത് 130 റേഞ്ച് കിട്ടുന്നതിൽ 798 ആണ് നമ്മുടെ ഓപ്പൺ ബോഡി ടൈപ്പിന് വരുന്നത്. ഇതന്നെ V2 മോഡൽ 160 കിലോമീറ്റർ വരുന്ന V2 മോഡൽ ആവുന്ന സമയത്ത് നമുക്കൊരു 838 റേഞ്ചിലാണ് വരുന്നത്. കവേർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. കവേർഡ് ഉണ്ട്, കവേർഡ് ബോഡി ഉണ്ട്. പിന്നെ അതിലും 2 ടൈപ്പ് ഉണ്ട്. ഫുൾ കവർ ചെയ്തിട്ടുള്ള നല്ല ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഹിൽ ഹോൾ അസിസ്റ്റൻസ് ഉണ്ട്. നല്ല പിക്കപ്പും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ വണ്ടിയുടെ ഡിഫറൻസ്. മലപ്പുറം ജില്ലയില് ഞങ്ങളുടെ ഡീലർഷിപ്പിന്റെ പേര് പ്രീമിയർ എന്നാണ്. പ്രീമിയർ മഹീന്ദ്രയ്ക്ക് 6 ഷോറൂംസ് ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസ് ആണ് മലപ്പുറം മുണ്ടുപറമ്പ്. പിന്നെ നിലമ്പൂർ നമുക്ക് ഷോറൂം ഉണ്ട്. അതേപോലെ അങ്ങാടിപ്പുറം നമുക്ക് ഷോറൂം ഉണ്ട്. കൊണ്ടോട്ടിയിലുണ്ട്, തിരൂരുണ്ട്, പൊന്നാനിയുണ്ട്. ഇതിൽ ശരിക്കും നമ്മളെ EV വെഹിക്കിൾസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അതിന്റെ കാൽക്കുലേഷൻസ് നമ്മൾ നോക്കണം. ഒരു ദിവസം നമ്മൾ എത്ര രൂപക്ക് ഡീസൽ അടിക്കുന്നു എന്നുള്ളതും, ഒരു ദിവസം നമ്മൾ ഇലക്ട്രിക് ആണെങ്കിൽ എത്ര രൂപന്റെ കറണ്ട് നമുക്ക് ചെലവാകും എന്നുള്ളതാണ്. മെയിൻ്റെനൻസ് കുറവാണ്. ഒരു 200-250 രൂപ ആണ് നമുക്ക് മാക്സിമം 0 to ഫുൾ റേഞ്ചിലേക്ക് നമുക്ക് ചെലവ് വരിക. എന്നാൽ ഇതേ സംഭവം നമ്മൾ ഡീസലിലേക്ക് പോകുന്ന സമയത്ത് ഒരു 700 റുപ്പീസോളം നമുക്ക് ഡീസലിന് എക്സ്പെൻസ് വരും. ഒരു 500 രൂപ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ചെറിയ ഹോട്ടൽ ആളുകൾക്ക് പോലും
ഒരു 500 രൂപ ഡെയിലി സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മാസം ഒരു കസ്റ്റമർക്ക് ഏകദേശം 15,000 രൂപ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീസൽ വെഹിക്കിൾസിനേക്കാൾ ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ ഇലക്ട്രിക്കിന് കൂടുതലുണ്ട്. പക്ഷെ ആ പൈസ അവർക്ക് 2 വർഷം കൊണ്ട് വണ്ടിയുടെ പൈസ മുതലാവുന്നതാണ്. അപ്പോ നമ്മുടെ വെഹിക്കിള് ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുക, ഞങ്ങളുടെ ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക, ഷോറൂമിലേക്ക് വരിക, ഒന്ന് നമ്മുടെ EV വെഹിക്കിളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.